ഇനി നോക്കാം കാർഷിക ലോകത്തെ വാർത്തകൾ. ആഗോള വിപണിയിലെ മാറ്റങ്ങളെ തുടർന്ന് റബ്ബർ വിലയിൽ ചെറിയ വർധനവ് രേഖപ്പെടുത്തി. ഇത് റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്നുവെങ്കിലും റബ്ബർ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സർക്കാർ ഇടപെടലുകൾ ആവശ്യമാണെന്ന് കർഷകരുടെ നിലപാട്. സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ ചെറിയ വർധനവ് രേഖപ്പെടുത്തി. ആഗോള വിപണിയിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിലയിൽ നേരിയ മുന്നേറ്റമുണ്ടായത് റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്നുവെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് റബ്ബർ വില കിലോയ്ക്ക് ഏകദേശം 180 രൂപ മുതൽ 190 രൂപ വരെ നിരക്കിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ 2 രൂപ മുതൽ 5 രൂപ വരെ ചെറിയ വർധനയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപാദന ചെലവുകൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ വില വർധന കർഷകർക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും സ്ഥിരതയുള്ള വില ലഭ്യമാകണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. അതേസമയം അന്താരാഷ്ട്ര വിപണിയിലെ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വിലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. റബ്ബർ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സർക്കാർ ഇടപെടലുകളും വിലസ്ഥിരീകരണ നടപടികളും ആവശ്യമാണ് എന്ന നിലപാടാണ് കർഷകർക്കിടയിൽ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രൂപയുടെ മൂല്യം റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞതും ആഗോള വിപണിയിൽ പഞ്ചസാര വില ഉയർന്നതും ഇന്ത്യൻ പഞ്ചസാര മില്ലുകൾക്ക് വലിയ ആശ്വാസമായി. ഇതോടെ കയറ്റുമതി വീണ്ടും സജീവമായിരിക്കുകയാണ്. രൂപയുടെ മൂല്യം റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞതും ആഗോള പഞ്ചസാര വില ഉയർന്നതും ഇന്ത്യൻ മില്ലുകൾക്ക് കയറ്റുമതിയിൽ വീണ്ടും നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 1,00,000 മെട്രിക് ടൺ പഞ്ചസാര കയറ്റുമതി കരാറുകൾ ഒപ്പുവെച്ചതായി വ്യാപാരികൾ അറിയിച്ചു. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഉയർന്നതോടെ ബ്രസീൽ കൂടുതൽ കരിമ്പ് എഥനോൾ ഉൽപാദനത്തിന് മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ആഗോള പഞ്ചസാര വിലയും ഉയർന്നു. ഇന്ത്യൻ പഞ്ചസാര ടണ്ണിന് ഏകദേശം $450 നിരക്കിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നു. ശ്രീലങ്ക, ടാൻസാനിയ, സൊമാലിയ എന്നിവിടങ്ങളിലേക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഷിപ്മെന്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇക്കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 15 ലക്ഷം ടൺ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും കണ്ടെയ്നർ ക്ഷാമവും ഉയർന്ന ഗതാഗത ചെലവും വെല്ലുവിളിയായി തുടരുന്നു. രൂപയുടെ തകർച്ച മൂലം ആഭ്യന്തര വിപണിയേക്കാൾ കയറ്റുമതി വഴി കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് മില്ലുകൾക്ക് ഇപ്പോഴത്തെ പ്രധാന ആകർഷണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.